ആ ഹായ്. ഞങ്ങൾ ഇന്ന് ഒരു ഓണവിശേഷങ്ങളുമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഓണാശംസകൾ. അപ്പം ഞങ്ങളുടെ ഇത്തവണത്തെ ഓണം ബാംഗ്ലൂരാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തവണ നാട്ടിൽ പോകാൻ പറ്റിയില്ല. ഞങ്ങൾ എല്ലാ കൊല്ലം ഓണത്തിന് എവിടെയാണെങ്കിലും ഞങ്ങൾ നാട്ടിലെത്തും. ഓണം ദിവസം നാട്ടിലെത്താറുണ്ട്. പക്ഷെ ഇത്തവണ ഒരു വിധത്തിലും ഞങ്ങൾക്ക് നാട്ടിലെത്താൻ പറ്റിയില്ല. അതുകൊണ്ട് ഇത്തവണത്തെ ബാംഗ്ലൂർ ഓണമാണ് ഞങ്ങളുടെ. അപ്പോൾ ഇവിടെ പൂവിടുന്നുണ്ട്. നാട്ടിലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് പൂവിടാനായിട്ട് ഒരു 5 പൈസ ആവശ്യമില്ലായിരുന്നു. വീട്ടിൽ ചെമ്പരത്തി, മന്ദാരം, ചെത്തി എല്ലാ പൂക്കളും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എല്ലാ പൂക്കളും അവിടെ നിന്ന് തന്നെ ഇടും. പിന്നെ ഉത്രാടത്തിൽ നിന്നാൽ മാത്രം പൈസ കൊടുത്ത് പൂ വാങ്ങിച്ച് ജമന്തിയും പിന്നെ റോസയൊക്കെ ആയിട്ട് വലിയൊരു പൂക്കളം ഉത്രാടത്തിൽ നിന്ന് ഇടും. അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാ ദിവസവും ഞങ്ങളുടെ വീട്ടിലുള്ള പൂക്കൾ തന്നെ ഇട്ടാട്ടാണ്. പക്ഷെ ഇവിടെ ഞങ്ങൾക്ക് പൂ കാശ് കൊടുത്ത് മേടിക്കാതെ പറ്റൂലല്ലോ. വീഡിയോ എടുക്കാൻ പഠിച്ചോളൂ. ഞങ്ങളിതേ ഇവിടെ സെപ്റ്റോന്നാട്ട പൂ വാങ്ങിക്കണത്. സെപ്റ്റോന്ന് വാങ്ങിക്കുമ്പോൾ 100 ഗ്രാമിന് 29 രൂപയാണ് ഇവിടെ പൂവിൻ്റെ വില. അത് എല്ലാ ദിവസവും ഒരു വിലയല്ല, പല പല വിലകളാണ്. ചില ദിവസങ്ങളിൽ ഡിസ്കൗണ്ട് വരുമ്പോൾ 9 രൂപയ്ക്കൊക്കെ പൂ കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ സോൾഡ് ഔട്ടാണ്. ഇന്ന് ഒട്ടും പൂവുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത് ഇന്ന് രാവിലെ ഈ 2 പൂ, മഞ്ഞയും വെള്ളയും, ഈ 2 പൂവാണ് വാങ്ങിച്ചത്. ഇന്നതേ ഇങ്ങനത്തെ പൂവാണ് കേട്ടോ കിട്ടിയിരിക്കണേ. ഇത് ശരിക്കും ജമന്തി അല്ല, ഇത് ഈ മൈസൂർ ജമന്തി എന്നോ മൈസൂർ റോസാന്നോ എന്തോ ഒരു പേരല്ലേ പറയണതിന്. അപ്പം ഇങ്ങനത്തെ പൂവായിട്ടേക്കണേ. ഇന്ന് കഴിഞ്ഞ ദിവസം നല്ല നമ്മുടെ നാട്ടിലേക്കുള്ള പോലെ നല്ല ജമന്തി പൂ കിട്ടിയിരുന്നു. ഇത്തവണ ഇന്ന് ഇതേ ഉള്ളൂ, ഇന്നത്തെ ദിവസം ഇതേ ഉള്ളൂ കേട്ടോ. ഇതാണ് വാങ്ങിച്ചിരിക്കണേ. റോസ ഒരു ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാ ദിവസവും റോസ് ഉണ്ടാവും. ഈ റോസ് അതിനൊരു ക്ഷാമമില്ല ഇവിടെ. റോസിൻ്റെ തോട്ടമൊക്കെ ഞാനിവിടെ കണ്ടിട്ടുണ്ട്, പൂന്തോട്ടം അതൊക്കെ ഞാനിവിടെ ബാംഗ്ലൂർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ റോസ് കൃഷി നല്ലപോലെ ഉണ്ടെന്ന് തോന്നുന്നു. ജമന്തിയൊന്നും അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജമന്തിയാണല്ലോ. ബാക്കി റോസൊക്കെ വരുന്നതാണെന്നാണ് കേട്ടിരിക്കണേ. ഞങ്ങൾക്ക് ഇത്തവണ നാട്ടിൽ പോകാൻ പറ്റാതിരുന്നത് ഞങ്ങൾക്ക് വലിയൊരു നഷ്ടമാണ് കേട്ടോ. ഞങ്ങൾ അത്തച്ചമയം കാണാൻ പറ്റിയില്ല. ഞങ്ങൾ അത്തച്ചമയത്തിൻ്റെ വീഡിയോ ഞങ്ങളുടെ ട്രാവൽ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്താ ഞങ്ങൾ നാട്ടിൽ തൃപ്പൂണിത്തുറയുടെ അടുത്താണ് കേട്ടോ താമസിക്കണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഓണക്കാലത്ത് തൃപ്പൂണിത്തുറയിലൊക്കെയാണ് തുണി എടുക്കാനൊക്കെ പോണത്, ഓണക്കോടി എടുക്കാനൊക്കെ പോണത് തൃപ്പൂണിത്തുറയല്ല. അപ്പോൾ തൃപ്പൂണിത്തുറയെ കാണാൻ ഓണക്കാലത്ത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പലയിടത്തും കുറേ പൂക്കളൊക്കെ കൂട്ടിയിട്ട് നല്ലൊരു കാഴ്ചയാണ് കേട്ടോ അത്. പിന്നെ തൃപ്പൂണിത്തുറയിൽ അത്തച്ചമയമൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് ഒരുപാട് കടകളുമൊക്കെ ഉണ്ടാവും. അത് ഭയങ്കര രസമാണ്. ഇന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ അധികം വലിയ ഒരുപാട് കടകളൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ പണ്ടൊക്കെ ഞങ്ങൾ കുട്ടിയായിരുന്നപ്പോൾ അത്തച്ചമയത്തിനാണ് കൽച്ചട്ടി വന്നിരുന്നത്. കൽച്ചട്ടി ഉണ്ടാവും തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് മുമ്പ്. എൻ്റെ അമ്മ കൽച്ചട്ടി വാങ്ങിക്കും, മുറം, പിന്നെ അങ്ങനെയുള്ളത് ഒലക്ക. അന്ന് ഒലക്ക വേണമല്ലോ അന്ന് ഒരലൊക്കെ ഇടിക്കാനായിട്ട്. അപ്പോൾ എൻ്റെ അമ്മ ഒലക്ക വാങ്ങിക്കും. അതിനൊക്കെ ഈ അത്തച്ചമയം വരാൻ വേണ്ടി കാത്തിരിക്കും. അന്ന് അവിടെ ഒരുപാട് കൽച്ചട്ടിയൊക്കെ ഉണ്ട്, ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്തെടുക്കാം. അങ്ങനെയൊക്കെയാണ്. ഇപ്പം അത്രയും കടകളൊന്നുമില്ല. കൽച്ചട്ടിയും ഒലക്കയൊന്നും ആർക്കും ആവശ്യമില്ലല്ലോ, മുറം തന്നെ ആർക്കും വേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വള, മാല, പൊട്ട്, ബാഗ് അങ്ങനെയൊക്കെ വഴിയിൽ മുഴുവൻ കടകളായിരിക്കും. പിന്നെ ഉത്രാടത്തിൻ്റെ തൃപ്പൂണിത്തുറയിൽ പോയാൽ മണ്ണ് കിള്ളിടാൻ അവിടെ സ്ഥലമില്ല, ഒരു കാൽ വയ്ക്കാൻ സ്ഥലമില്ല, അത്ര തിരക്കായിരിക്കും. ഞങ്ങളും എല്ലാ കൊല്ലവും ഉത്രാടത്തുനിന്ന് വൈകുന്നേരം തൃപ്പൂണിത്തുറയിൽ പോകും. എന്തിനാണെന്നറിയോ? ഓണത്തപ്പനെ വാങ്ങിക്കാൻ. ഓണത്തപ്പൻ ഉത്രാടത്തുനിന്ന് തലേദിവസമൊക്കെ അവിടെ ഉണ്ടാവുള്ളൂ. അപ്പം ഞങ്ങൾ എല്ലാ കൊല്ലവും മണ്ണിൻ്റെ ഓണത്തപ്പനാണ് വാങ്ങിക്കണേ. അപ്പോൾ അത് എല്ലാ കൊല്ലവും മഴ പെയ്ത് കഴിയുമ്പോൾ ചീത്തയായി പോവും. പിന്നത്തെ കൊല്ലം വേറെ വാങ്ങിക്കും. ഇപ്പോൾ തുമ്പ ഉത്രാടത്തിന് തലേ ദിവസം തുമ്പ വിൽക്കണുണ്ട് അവിടെ. തുമ്പയും കുരുത്തോലയും ചെത്തിപ്പൂവും കൂടി അരിഞ്ഞൊരു പാക്കറ്റിലാക്കിയത്, അല്ലെങ്കിൽ ഫ്രീ അല്ലാതെ പാക്കറ്റ് അല്ലാതെയും കിട്ടും. തുമ്പ മാത്രം
കുരുത്തോല മാത്രം ഒക്കെ കിട്ടും. അതൊന്നും ഇപ്പോൾ ആർക്കും വീടുകളിലൊന്നും ഇല്ല. അപ്പം അതുകൊണ്ട് അതൊക്കെ കിട്ടും തൃപ്പൂണിത്തുറയിൽ. അങ്ങനെ തൃപ്പൂണിത്തുറ കാണാതെ പോയതും ഞങ്ങൾക്ക് ഇത്തവണ ഭയങ്കര നഷ്ടമായിപ്പോയി. പണ്ടത്തെ കാലത്തെ ഓണമാണ് അടിപൊളി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ഞാനൊക്കെ കുട്ടിയായിരുന്നപ്പോഴേ ഞങ്ങളെല്ലാവരും കൂടി കൂട്ടുകാരെല്ലാവരും കൂടി പൂ പറിക്കാൻ പോകും. ഇന്നത്തെ പിള്ളേർക്ക് അതില്ല. ആ ഒരു സന്തോഷം ഇന്നത്തെ പിള്ളേർക്കില്ല. പൂ പറിക്കണ്ടല്ലോ, വീട്ടിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വീടിൻ്റെ മുമ്പിൽ പൂ വരും. അതല്ലെങ്കിൽ വീട്ടിൽ നിൽക്കണ വല്ല പൂവല്ലേ പിടിച്ചിടുള്ളൂ. ഞങ്ങളിത് അങ്ങനെയല്ല, വലിയ പറമ്പിലെ വലിയ അടുത്തൊക്കെ പോയി അരിമണിയും തുമ്പയുമാണ് ഞങ്ങൾ കൂടുതലായിട്ടും പറിക്കണത്. ഇഷ്ടംപോലെ അരിമണി പൂ പറിക്കാൻ വലിയ പാടാണ്. കുഞ്ഞു 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 പൂവാണ്. എന്നാലും അത് പറിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അതിപ്പം അത് ഓർക്കുമ്പോൾ ഞാനത് അനുഭവിക്കുകയാണ്. കുറേ അരിമണിപ്പൂ പറിച്ച് കൊണ്ടുവന്നിട്ട് ആ ഇളം വയലറ്റ് കളർ പൂവൊക്കെ ഇട്ട്, അതുപോലെ തന്നെ വൈകൃതി കേട്ടോ, അതുപോലെ തന്നെ തുമ്പപ്പൂവും പറിച്ച്, അതും തുമ്പപ്പൂ പറിക്കാൻ വലിയ പാടാണ്. അതും പറിച്ച് അങ്ങനെയൊക്കെയാണ് പണ്ട് പൂവിട്ടിരുന്നതല്ലോ. പൈസ കൊടുത്തൊന്നും ആരും പണ്ട് അങ്ങനെ പൂവൊന്നും വാങ്ങിക്കില്ല. പിന്നെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും കുറച്ച് പൂക്കളൊക്കെ, അതൊക്കെ ഇടും. പിന്നെ ഈ ഇലകളൊക്കെ കൊണ്ടൊക്കെ ഞങ്ങൾ ഒപ്പിക്കും. ഓരോ ഇലകളൊക്കെ പറിച്ച് അതിടും. ഒരു മെറൂൺ ഇലയുണ്ട്, അതൊക്കെ അരിഞ്ഞിടും മെറൂൺ കളർ കിട്ടാൻ വേണ്ടി. വലിയ പൂക്കളായിരിക്കും എല്ലാ ദിവസവും ഇടുന്നത്. അത് തന്നെ എൻ്റെ ചേച്ചി എനിക്കൊരു ഓല കൊണ്ടൊരു കൊട്ട ഉണ്ടാക്കി തരും. ആ ഓലക്കൊട്ടയൊക്കെ പിടിച്ചിട്ടാണ് ഞങ്ങൾ പൂ പറിക്കാൻ പോണത്. അത് ഭയങ്കര നല്ലൊരു ഓർമ്മയാണ് അതൊക്കെ. അതൊന്നും വരാനും പോണില്ല. ഇനിയുള്ള പിള്ളേർ അങ്ങനെ പൂ പറിക്കണ നമുക്ക് കാണാനും പറ്റില്ല. ആ ഒരു സ്ഥിതിയിലേക്കൊക്കെ ജീവിത രീതികളൊക്കെ മാറി. ഇപ്പം പിന്നെ എല്ലാം ആമസോണിൽ കിട്ടുമല്ലോ, ഒലക്ക വരെ ആമസോണിൽ കിട്ടും. ഇപ്പോൾ ഒരു വിരലൊന്ന് തൊട്ട് കഴിഞ്ഞാൽ ആമസോണിൽ നിന്ന് വീട്ടിൽ കൊണ്ടുവന്ന് തരും. അതുകൊണ്ട് ഇപ്പോൾ കാലം മാറി, പണ്ടത്തെ കാലമല്ലല്ലോ. പണ്ടത്തെ കാലത്ത് ഓണക്കളി, ഞങ്ങൾ ഓണക്കളി എവിടെ ഉണ്ടെങ്കിലും അവിടെ കാണാൻ പോകും കേട്ടോ. ഓണക്കളി ആണുങ്ങൾ കളിക്കുന്ന കളിയാണ്. ഇന്നല്ലേ തിരുവാതിര, ഇന്നിപ്പോൾ ഓണത്തിന് തിരുവാതിരയൊക്കെയാണ് കളിക്കണേ. അന്നങ്ങനെ തിരുവാതിരയൊന്നും കളിച്ച് കണ്ടിട്ടില്ല. അപ്പം നിങ്ങളുടെ ഓണക്കാല ഓർമ്മകൾ, നല്ല നല്ല ഓർമ്മകളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതെനിക്ക് ഒരു പ്രോത്സാഹനമായിരിക്കും.